ഞങ്ങളുടെ ഗോവൻ യാത്രയിലെ ആദ്യ ദിനം ഇവിടെ ആരംഭിക്കുകയായി. നോർത്ത് ഗോവയിലെ നഗരവീഥികൾ താണ്ടി ഞങ്ങൾ ആദ്യമായി കാണാനിറങ്ങിയത് അഗ്വാഡ ഫോർട്ട് ആണ്. അഗ്വാഡ എന്ന പോർച്ചുഗീസ് പദത്തിന് ശുദ്ധജല ലഭ്യതയുള്ള പ്രദേശം എന്ന അർത്ഥമാണുള്ളത്. അക്കാലത്ത് പോർച്ചുഗീസ് കപ്പലുകളിലേക്ക് ആവശ്യമായ ശുദ്ധജലം സംഭരിക്കുന്നതിനു കൂടി വേണ്ടിയാണ് ഈ പ്രദേശം തെരഞ്ഞെടുത്ത് കോട്ടയാക്കി മാറ്റിയത്. സീക്രട്ട് പാസേജും ജയിലും കൂടാതെ തറനിരപ്പിനടിയിലായി വിശാലമായൊരു ശുദ്ധജല സംഭരണിയും നമുക്കിവിടെ കാണാം. ഏഷ്യ വൻകരയിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈറ്റ് ഹൗസിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 4 നിലകളുള്ള ഈ ലൈറ്റ് ഹൗസ് 1864 പണിതത്. അക്കാലത്തെ മറ്റൊരു വിദേശ ശക്തിയായിരുന്ന ഡച്ചുകാരെയും മറാഠ ഭരണാധികാരികളെയും നേരിടുന്നതിനു വേണ്ടി മണ്ഡോവി നദി അറബിക്കടലിലേക്ക് പതിക്കുന്നതിന് സമീപത്തായി തന്ത്രപ്രധാനമായ സ്ഥലത്താണ് 1612 പോർച്ചുഗീസുകാർ ഈ കോട്ട പണിതിട്ടുള്ളത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന കോട്ടയുടെ മുകൾ പരപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ സഹോദരൻ്റെ മകൻ ഹരിയും ഭാര്യ മറീനയും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. വൃത്താകൃതിയിൽ ചെങ്കല്ലിൽ പടുത്ത കടലിലേക്ക് തള്ളി നിൽക്കുന്ന കോട്ടയുടെ ഈ ഭാഗം നൂറ്റാണ്ടുകളേറെ പിന്നിട്ടിട്ടും യാതൊരു കേടുപാടുകളും കൂടാതെ നിൽക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കോട്ടയോട് ചേർന്ന അഗ്വാഡ ബീച്ചിൽ സന്ദർശകർക്കായി ധാരാളം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടും വാട്ടർ സ്കൂട്ടറുമെല്ലാം ഇവയിൽ പെടുന്നു. കടലിലേക്ക് തള്ളി നിൽക്കുന്ന കോട്ടയുടെ ഈ ഭാഗം ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ സ്ഥലമാണ്. ഈ കോട്ടയോട് ചേർന്ന് കിടക്കുന്ന സ്വർണ്ണവർണ്ണമാർന്ന മണൽത്തരികളുള്ള സിംക്വേറിയം ബീച്ചും ധാരാളം സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. സമാനതകളില്ലാത്ത വൈവിധ്യമാർന്ന ഒട്ടേറെ കടൽ തീരങ്ങൾ ഗോവയിലുണ്ട്. ഗോവയുടെ ടൂറിസം വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ സുന്ദരമായ കടൽത്തീരങ്ങളും അനുബന്ധ സൗകര്യങ്ങളുമാണെന്ന് നിസ്സംശയം പറയാം. ഗോവയിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.